ഇതെന്തോ മനുഷ്യൻ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പോലും ഈ തൊപ്പിയും കണ്ണട ഊരാത്തത്. What? ഇത് എന്തൊരു കഷ്ടം, ഇങ്ങനെ മുഴുത്ത വട്ടായോ. ആ കാറ് വാങ്ങിച്ചത് കൊണ്ട് എന്തുവാ ഇത്? Please don't disturb me. ഓ ഞാനൊന്നും പറയുന്നില്ലേ. അയ്യോ എന്റെ കാലിലെ ഷൂ ഞാൻ ഊരി വെച്ചു. അത് എടുത്തുണ്ടോ ഒരു സുശീല? ആ പിന്നെ എനിക്കതല്ലേ പണി. പ്ലീസ് പ്ലീസ് സുശീല. ഈ മനുഷ്യന് ഇത് എന്തിന്റെ കേട്ടാ? നിങ്ങൾ ഈ രാത്രി ഉറങ്ങുമ്പോൾ എന്തിന്റെ കാലെ ഷൂ ഇടുന്നത്? ഇറ്റ്സ് വെറൈറ്റി. ഇത് എന്റെ വായിരിക്കുന്ന കേൾക്കാൻ നിങ്ങൾ അവിടെ കിടത്ത് ഉറങ്ങാൻ നോക്കും മനുഷ്യൻ. ഉറക്കം വന്നിട്ട് വയ്യേ. കാറിന്റെ ഫോണല്ലേ കേട്ടത്? ആ പിള്ളേരും എന്നെ കാറിനകത്ത് കയറി ഇത് കളിക്കുവാണോ രാത്രി ഇനി ഉറങ്ങാതെ? What happened? മനുഷ്യൻ നിങ്ങളുടെ കാറിനകത്തണ്ട പിള്ളേർ കയറി ഇരുന്ന് കളിക്കുവാൻ തോന്നുന്നേ. ഹോൺ അടിച്ച് കേട്ടില്ലേ കാറിനകത്തിരുന്ന്? What's wrong? നിങ്ങളൊന്ന് മലയാളം ഒന്ന് സംസാരിക്കേ. ഇത്രയും കൂടി വില കൂടിയ കാറ് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അന്നേരം തുടങ്ങി നിങ്ങളുടെ കിളി പോയി കിടക്കുന്നത്. വാ ഏതായാലും പിള്ളേരെ പോയി അടിച്ചകത്ത് കയറ്റാം. അയ്യോ ലൈറ്റ് കത്തി കിടക്കുന്ന കാറിന്റെ. ഇപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്തോ? ഓ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മലയാളം സംസാരിക്കാൻ തോന്നിയില്ലെന്ന് നോർമലായിട്ട്. കാർ സ്റ്റാർട്ട് ചെയ്ത് വലിയ നിസ്സാര കാര്യമാണോ ഈ കാണിച്ചിരുന്ന പിള്ളേര്? കാർ സ്റ്റാർട്ട് ചെയ്തങ്ങ് സ്പീഡിൽ വിട്ടുപോയെങ്കിൽ എന്ത് ചെയ്യും? പിള്ളേരെ ഇങ്ങോട്ട് ഇറങ്ങും. പിള്ളേരെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങാന് എന്തോ കാണിക്കും? നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാവോ? ഇങ്ങോട്ട് ഇറങ്ങും പിള്ളേരെ. ഇറങ്ങാൻ പറഞ്ഞപ്പോ പിന്നെ ഹോൺ അടിച്ച് കളിക്കുന്നത്. നീക്ക് ഇപ്പൊ എന്റെ അടി വാങ്ങിക്കും കേട്ടോ. സുരേഷ് ഏട്ടൻ കാറിന്റെ അടുത്തോട്ട് അല്ലേ? ആ ഡോർ തുറന്ന് പിള്ളേരോട് നല്ല അടിയും കൊടുത്ത് ഇങ്ങോട്ട് ഇറക്ക്. പിള്ളേരെ നിങ്ങൾ എന്തോ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം കാണിക്കുന്നത്. ഇങ്ങോട്ട് ഇറങ്ങും പിള്ളേരെ മര്യാദക്ക്. ഈ കാറിനകത്ത് ആളില്ലടി. ആളില്ലെന്നോ? പിന്നെ പിള്ളേരെന്ത് ഇറങ്ങിപ്പോയോ? പിന്നെ പിള്ളേരിനകത്തില്ലാഞ്ഞിട്ടാന്നോണ്ട് ഇപ്പൊ ഹോൺ അടിച്ചത് കാറ്. നിങ്ങൾക്ക് എന്തോ മനുഷ്യ കണ്ണ് കാണത്തില്ലയോ? അതെങ്ങനെ ഇത്ര നേരം ആ കണ്ണടയും വെച്ചോണ്ട് നടക്കുമല്ലായിരുന്നു? പിന്നെ നിങ്ങളുടെ ആ കണ്ണിന്റെ കാഴ്ച പോയി കാണോ അത് വെച്ച്? ഓ ഇവിടെ ഇനി ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എടി ഞാൻ പറഞ്ഞ സത്യമാടി. ഈ കാരണത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ല. എന്നിട്ട് ഇപ്പൊ ഹോൺ അടിച്ചു കേട്ടത്. അത് തന്നെയല്ലേ കാറ് കണ്ട സ്റ്റാർട്ടായിട്ട് കിടക്കുന്നത്. ആ പിള്ളേർ അതിനകത്ത് ഒളിച്ചിരിക്കുമായിരിക്കും. മാറിക്ക് ഞാൻ നോക്കാം. അപ്പു, അച്ചു, അമ്മു, നിങ്ങളെന്തേ ഒളിച്ചു കളിക്കും? നിങ്ങളുടെ ഇറങ്ങിക്കേ കാറിന്ന്. ഷോ ഇതിനകത്ത് ആരും ഇല്ലല്ലോ കാറില്. ഇപ്പൊ നിന്റെ കാഴ്ച പോയോ? മനുഷ്യ കാർ വാങ്ങിച്ചപ്പോ തുടങ്ങിയത് ഓരോരോ പ്രശ്നങ്ങള്. മക്കളകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടോ നോക്കിട്ട് തരാം, വേഗം വാ. ഈ കാറിനകത്ത് തന്നെ ഒളിച്ചിരിക്കുന്നുണ്ടോന്ന് അറിയത്തില്ലല്ലോ. അതോ അകത്ത് കിടന്ന് ഉറക്കമാണോ നോക്കിട്ട് തരാം, വേഗം വാ. അയ്യോ പിള്ളേര് മൊത്തം ഈ മുറിക്കത്തുണ്ടല്ലോ. സുഖം ഉറക്കം. അച്ചു മാത്രം ഉറങ്ങിയിട്ടില്ല. അമ്മ കാറിന്റെ ഹോൺ അടിക്കുന്ന നിങ്ങൾ എവിടെ പോയിട്ട് വന്നതാ? കൊള്ളാം കേട്ടോ. ഞങ്ങൾ അറിയാതെ നിങ്ങൾ രണ്ടുപേരും കൂടെ രാത്രി ചുറ്റാൻ ഇറങ്ങിയല്ലേ? പുതിയ കാർ വാങ്ങിച്ചപ്പോഴത്തേക്ക് രണ്ടുപേരും ഞങ്ങളെ മറന്നു. അയ്യോ ഞങ്ങളെങ്ങും പോയില്ല മോളെ. ഞാൻ കേട്ട് കാറിന്റെ സൗണ്ട് ഹോൺ അടിക്കുന്നതും കാർ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതൊക്കെ കേട്ട്. അയ്യോ മോളെ നീ എന്ത് പറയുന്നത് അച്ചു? ഞങ്ങൾ എങ്ങും പോയിട്ടില്ല. നീ വേറെ വല്ല കള്ളന്മാരല്ല ആ കാറിനകത്ത് കയറുന്ന എനിക്ക് നല്ല സംശയമുണ്ട്. വണ്ടിയുടെ ചാവി എന്ത് ചെയ്യും? ചാവി എന്തെങ്കിലുണ്ട്. പിന്നെ ഇങ്ങനെ വേറെ കള്ളന്മാർ ഇത് ഉപയോഗിക്കും? എനിക്കൊരു ഡൗട്ട് ഇടി. ഞാനിപ്പോ സെക്കൻഡ് കാർ വാങ്ങിച്ചതല്ലേ, സെക്കൻഡ് ഹാൻഡ്. അപ്പൊ ഇതിന്റെ ഓണർ ഇല്ലേ, പഴയ ഓണർ. അങ്ങേര് ഇനി കാറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചാവി എല്ലാം എടുത്ത് വെച്ചിട്ട് അങ്ങേര് എന്റെ കാർ നീ അങ്ങ് മോഷ്ടിച്ചോണ്ട് പോകാനുള്ള പരിപാടി എല്ലാം ഇനി. അയ്യോ ശരിയാ ചേട്ടാ, ഇനി അങ്ങനെ ആണോ? ഇനി എന്തായാലും ഗേറ്റ് പൂട്ടിട്ടുണ്ട്. അതിന്റെ ചാവി ഞാനേ എടുത്തു വെച്ചിട്ട് വരട്ടെ. എന്താ പ്രശ്നം? ഓ പ്രശ്നമൊന്നും ഇല്ല മോളെ, മോള് കിടന്നോ. ഞങ്ങളറിയാതെ നീ രണ്ടുപേരും കൂടെ ദൂരയാത്രയ്ക്ക് പ്ലാൻ വല്ലതും ഉണ്ടോ? ഒന്ന് പോടി അച്ചു, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. സംതിങ് റോങ്. എന്താ മേഡം യാത്ര ഇവിടെ നിൽക്കുന്നേ? മൈമുനി ഉറങ്ങിയില്ലേ? നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നിനക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ അറിയാമോ? ബെസ്റ്റ്. സൈക്കിളിനകത്ത് തൊടാൻ പോലും അറിയാൻ മേത്ത ഞാൻ ഇനി കാർ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ നേരത്തെ ഇവിടെ കാർ സ്റ്റാർട്ട് ചെയ്തത് ഹോൺ അടിച്ചോന്നും നീ അല്ലല്ലോ. ഇല്ല മേഡം, ഞാൻ കേട്ട് ഹോൺ അടിക്കുന്നത്. ഞാൻ വെച്ചാൽ നിങ്ങൾ നീ എവിടെയെങ്കിലും പോയതായിരിക്കും. ഞാൻ ഈ ചാവി എടുക്കാൻ വേണ്ടിട്ട് വന്നതാ. അയ്യോ വീണ്ടും കാർ ഹോൺ അടിക്കുന്നത്. മൈമുനെ ഈ ഡോർ തുറന്ന് നമുക്ക് അകത്ത് കയറുന്നത് നല്ലപോലെ സെർച്ച് ചെയ്ത് നോക്കാം ആരെങ്കിലും അകത്തുണ്ടോന്ന്. എന്താ മേഡം ഇത് സംഭവം? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. ഈ കാറിനകത്ത് ഹോൺ അടിക്കുന്നതും പിന്നെ ഈ കാർ സ്റ്റാർട്ട് ചെയ്തൊന്നും ആരൊന്നും അറിയത്തില്ല. നീ അല്ലല്ലോ എന്തായാലും. ആ പിള്ളേരടക്കണം ഉറക്കുക. ചേട്ടനും അല്ല, ഞങ്ങൾ ആരുമല്ല. പിന്നെ ആരും ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന അറിയാൻ വയ്യല്ലോ. എന്തോടി വീണ്ടും സൗണ്ട് കേട്ടല്ലോ കാർ ഹോൺ അടിക്കുന്നത്? ചേട്ടൻ ഇവിടെ ഒന്ന് പരിസരമൊക്കെ നിരീക്ഷിക്കുക. ഞാനും മൈമനെ കൂടെ കാറിനകത്ത് കയറിട്ട് നോക്കട്ടെ. ഇതിൽ ആരെയും കാണുന്നില്ലല്ലോ മേഡം.